നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ കനത്ത ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് വിവിധ വിമാന സർവീസ് റദ്ദാക്കി. സുരക്ഷാ കാരണങ്ങളാൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായി അധികൃതർ അറിയിച്ചു. എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവെച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ഇറാനും UAEയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമായി. തങ്ങളുടെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ഐലൻഡിന് നേരെ ആക്രമണം നടത്താൻ UAEയിലെ തുറമുഖങ്ങൾ അമേരിക്ക ഉപയോഗിച്ചതായി ഇറാൻ ആരോപിച്ചു. അതേസമയം രാജ്യത്തിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്നും എന്നാൽ സംയമനത്തിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നും UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് വ്യക്തമാക്കി. അമേരിക്കൻ സാന്നിധ്യമുള്ള എണ്ണ സാമ്പത്തിക ഊർജ്ജ കേന്ദ്രങ്ങൾ ഇനിയും ആക്രമിക്കുമെന്ന് ഇറാന്റെ സൈനിക നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് കുടുങ്ങിക്കിടന്ന ഇന്ത്യൻ കപ്പലുകളെ സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വിജയത്തിലേക്ക്. ശിവാലിക്, നന്ദാദേവി എന്നീ LPG കപ്പലുകൾക്ക് പിന്നാലെ ജഗ്ലാഡ്കി എന്ന ഇന്ത്യൻ കപ്പലും ഹോർമുസ് കടലിടുക്ക് കടന്ന് സുരക്ഷിത പാതയിലെത്തി. ശനിയാഴ്ച UAEയിലെ ഫുജൈറ തുറമുഖത്തെ എണ്ണ ടെർമിനലിൽ നിന്ന് ക്രൂഡ് ഓയിൽ കയറ്റുന്നതിനിടെയാണ് ഇന്ത്യൻ പതാക വഹിച്ച ക്രൂഡ് ടാങ്കർ ജഗ്ലാഡ്കി ആക്രമിക്കപ്പെട്ടത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് ഞായറാഴ്ച രാവിലെ ജഗ്ലാഡ്കി എന്ന കപ്പലും ഫുജൈറയിൽ നിന്ന് പുറപ്പെട്ടത്. ഏകദേശം 80,800 ടൺ അസംസ്കൃത എണ്ണയുമായാണ് ജഗ്ലാഡ്കി ഇന്ത്യൻ തുറമുഖത്തേക്ക് എത്തുന്നത്. കപ്പലും അതിലുള്ള എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സംഘർഷബാധിത മേഖലയിൽ നിന്ന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട 4ാമത്തെ ഇന്ത്യൻ പതാകയുള്ള കപ്പലാണ് ജഗ്ലാഡ്കി. ശനിയാഴ്ച ഇന്ത്യൻ പതാക വഹിച്ച ശിവാലിക്, നന്ദാദേവി എന്നീ 2 കപ്പലുകളും ഹോർമുസ് കടലിടുക്കിലൂടെ വിജയകരമായി കടന്നിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ത്യൻ കപ്പലുകളുടെ യാത്രയെ ബാധിച്ചതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി അദ്ദേഹം നടത്തിയ ചർച്ചകളാണ് കുടുങ്ങിക്കിടന്ന കപ്പലുകൾക്ക് വഴി തുറന്നത്. ഗുജറാത്തിലെ മുന്ദ്ര, കട്ല തുറമുഖങ്ങളിലേക്ക് എത്തുന്ന കപ്പലുകൾ രാജ്യത്തെ പാചകവാതക ക്ഷാമം പരിഹരിക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഇനിയും മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റ് ഇന്ത്യൻ കപ്പലുകളെ കൂടി സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയം ഇറാനുമായി നിരന്തരം ബന്ധപ്പെടുന്നു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 4:30 പുറപ്പെട്ട എമിറേറ്റ്സ് വിമാനം തിരിച്ചിറക്കിയിരുന്നു. 2:25 ഫ്ലൈ ദുബായിയുടെയും എമിറേറ്റ്സിന്റെയും 2 വിമാനങ്ങൾ ദുബായിലേക്ക് യാത്ര തിരിച്ചിരുന്നു. ദുബായിൽ നിന്ന് 5 വിമാനങ്ങൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. പുലർച്ചെ 1:25 ഫ്ലൈ ദുബായിയുടെയും എമിറേറ്റ്സിന്റെയും 2 വിമാനങ്ങളും 3 എമിറേറ്റ്സിന്റെ മറ്റൊരു വിമാനവും എത്തി. 7:15 8:05 എമിറേറ്റ്സിന്റെ 2 വിമാനങ്ങൾ കൂടി എത്തി. ഇതിനുശേഷം ദുബായിൽ നിന്ന് എത്തേണ്ട 4 സർവീസുകൾ റദ്ദാക്കി. കൊച്ചിയിൽ നിന്ന് യാത്ര തിരിക്കേണ്ട 5 സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. നിലവിൽ 44 വിമാന സർവീസുകൾ കൊച്ചിയിൽ നിന്നും റദ്ദാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പശ്ചിമ ബംഗാളിൽ നിർണായക നടപടിയുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി നന്ദിനി ചക്രവർത്തിയെയും ആഭ്യന്തര സെക്രട്ടറി ജഗദീഷ് പ്രസാദ് മീനയെയും കമ്മീഷൻ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. 993 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ദുഷ്യന്ത് നരിയലെ പുതിയ ചീഫ് സെക്രട്ടറിയെ നിയമിച്ചു. സംഘമിത്ര ഘോഷാണ് പുതിയ ആഭ്യന്തര സെക്രട്ടറി. സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു ചുമതലകളിലും നിയോഗിക്കരുതെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ വൈകിയതും ഭരണകക്ഷിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നുവെന്ന പ്രതിപക്ഷ ആരോപണങ്ങളുമാണ് കമ്മീഷന്റെ ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചന. ബംഗാളിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. 1ാം ഘട്ടം ഏപ്രിൽ 23-നും 2ാം ഘട്ടം ഏപ്രിൽ 29-ന് നടക്കും. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. CPL നിന്ന് പുറത്താക്കപ്പെട്ട നാട്ടിക MLA CC മുകുന്ദൻ BJPയിൽ ചേർന്നു. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിലെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. നാട്ടികയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുകുന്ദൻ BJP അങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നു. നേരത്തെ മുകുന്ദനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. പിന്നാലെയാണ് മുകുന്ദൻ BJPയിലേക്ക് ചേക്കേറിയത്. നാട്ടികയിൽ CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഗീതാ ഗോപിയുടേത് പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണത്തിന് പിന്നാലെയാണ് മുകുന്ദനെ CPI പുറത്താക്കിയത്. വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി CPM വിട്ട് കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുന്ന G സുധാകരൻ. വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. G സുധാകരൻ പെരുന്നയിലെത്തി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായും കൂടിക്കാഴ്ച നടത്തും. അമ്പലപ്പുഴയിൽ H സലാമാണ് CPM സ്ഥാനാർത്ഥി. ബുള്ളറ്റ് തെന്നി ഓടയിൽ വീണ് സഹോദരങ്ങൾ മരിച്ചു. പുല്ലയിൽ സ്വദേശികളായ അഭി, അനുജൻ അഭിഷേക് എന്നിവരാണ് മരിച്ചത്. കിളിമാനൂരിൽ ഇന്ന് രാവിലെ 6:30 അപകടം. ഉടൻ തന്നെ ഇവരെ കേശവദാസപുരത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകി. മട്ടന്നൂർ നഗരത്തിൽ സ്വകാര്യ ബസ് സ്കൂട്ടിയിലിടിച്ച അധ്യാപികയ്ക്ക് ദാരുണാന്ത്യം. മട്ടന്നൂർ ശങ്കര വിദ്യാപീഠം സ്കൂൾ അധ്യാപിക ബാവോട്ടുപാറ മുണ്ടോറപ്പൊയിൽ സ്വദേശിനി റീഷയാണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന ഭർത്താവ് സുധീഷിന് പരിക്കേറ്റു. ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.
കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനത്തിൽ അന്വേഷണം തുടരാൻ CBI. എരുമേലി PWD റെസ്റ്റ് ഹൌസിൽ CBI ഓഫീസ് തുറന്നു. അന്വേഷണ സംഘം ഇന്നെത്തിയേക്കും. 6 മാസത്തേക്കാണ് ഇവിടെ ഓഫീസ് പ്രവർത്തിക്കുക. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയായ ജസ്നയെ 2018 മാർച്ച് 22-നാണ് മുക്കൂട്ടുതറയിൽ നിന്ന് കാണാതായത്. ബന്ധുവിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ പെൺകുട്ടിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ആദ്യം ലോക്കൽ പോലീസും പിന്നെ CBIയും അന്വേഷണം നടത്തിയെങ്കിലും ജസ്നയെ കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.